സൺഡേ ആയ പള്ളിയിൽ പോകുന്ന പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുക എന്നുള്ളത്. അത് ലുലുവിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സമാധാനം. അങ്ങനെ നമ്മൾ ലുലുവിൽ പോയതാണേ. പക്ഷേ ഈ പെർഫ്യൂം കണ്ടോ? ഇത് കണ്ടപ്പോൾ എനിക്ക് പഴയ നൊക്ലാച്ചിയൊക്കെ എവിടുന്നോ പൊങ്ങി വന്നു. ഞങ്ങൾ തീരെ കുഞ്ഞായിരിക്കും അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഒക്കെ കൊണ്ടുവരുന്ന ഒരു പെർഫ്യൂമായിരുന്നു ഇത് കേട്ടോ. അന്ന് ഞാൻ ആ പെർഫ്യൂമിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് പോലൊരു സാധനമില്ലേ, അത് കിള്ളിയെടുത്ത് കയ്യെ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഓരോരോ ആഗ്രഹങ്ങളല്ലേ, നമ്മുടെ ബാല്യത്തിൻ്റെ ചാബല്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഫിഷിൻ്റെ സെക്ഷന് വന്നു. സത്യം പറഞ്ഞാൽ നോമ്പ് കാരണം ഇതൊന്നും കഴിക്കാൻ മേല. പക്ഷെ എന്നാലും ഇവിടെ വന്ന് മീനിനെയൊക്കെ ഒന്ന് കണ്ടില്ലേലേ ഒരു മനസ്സമാധാനക്കേടാന്നേ. പക്ഷേ മീനുകളുടെ വില കണ്ടപ്പം ആ മനസ്സമാധാനക്കേട് അങ്ങ് മാറി കേട്ടോ. എന്നാ വിലയാന്നേ, ഭയങ്കര വില. അങ്ങനെ അതുവഴി സാധനമൊക്കെ നോക്കി നടന്നപ്പോഴാട്ടോ ഈ ചട്ടിയുടെ സെക്ഷൻ കണ്ടേ. നമ്മുടെ വീട്ടിലെ ചട്ടിയൊക്കെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ അട്ടിക്കവല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പൊൻകുന്നത്തെ, അവിടുന്ന് വാങ്ങിക്കുന്ന അവിടുത്തെ എല്ലാ ചട്ടിയും നല്ല കേട്ടോ. ഇപ്പോഴും ഒരു കുഴപ്പം. ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എനിക്ക് അവിടുന്ന് കഞ്ഞിയൊക്കെ വെക്കുന്ന ഒരു കലവും വാങ്ങിക്കണം. പിന്നെ അല്ലാത്ത വെജിറ്റബിൾ കറിയൊക്കെ വാങ്ങിക്കുന്ന ഒരു ചട്ടിയും വാങ്ങിക്കണം. എനിക്കിപ്പോൾ മീനൊക്കെ വെക്കാനുള്ള ചട്ടിയേ ഉള്ളൂ. 3 ചട്ടിയുണ്ട് കേട്ടോ. എന്നാലും ചട്ടി കണ്ടപ്പോൾ വെറുതെ ഒരു ചട്ടിപ്രേമം. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ലൈവായിട്ട് ചാറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ചാറ്റ് കഴിക്കാനുള്ളൊരാഗ്രഹം. എനിക്ക് എല്ലാ ചാറ്റിൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ. ഞാൻ ഈ ചാറ്റ് പോലും കഴിക്കുന്ന ഇവിടെ വന്നേ പിന്നെ. അങ്ങനെ ഏതോ മിക്സർ പോലൊക്കെ ഇരിക്കുന്ന ഒരു ചാറ്റും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നേ. 1-2 ചാറ്റിൻ്റെ ഒക്കെ പേരറിയാം കേട്ടോ. ദഹി ബത്തത്ത പൂരിയോ അങ്ങനെ എന്തൊക്കെയോ. പക്ഷേ വലിയ ഫെമിലിയർ അല്ല പേരൊന്നും. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങും ചാറ്റിങ്ങും കഴിഞ്ഞു. അപ്പം ശരി, എന്നാൽ പോയേച്ചു വരാം.